ഇന്നൊരു കൂൺ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ: ഇതൊരു മീഡിയം സൈസ് സവാളയാണ്, പിന്നെ കൂണ്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ അരപ്പിന് ആവശ്യമായിട്ട് തേങ്ങ, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇതിപ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂണ്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇത് കുക്ക് ചെയ്യണമെന്ന് നോക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂൺ. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. കടുക് ഇട്ട് ഒടിഞ്ഞ് വെച്ചേക്കുന്ന സവാള, ഇട്ട് ഒന്ന് വഴറ്റാം. ഇതിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതും സവാളയുടെ കൂടെ കിടന്ന് ഒന്ന് മൂത്ത് വരട്ടണം. നന്നായിട്ട് വഴറ്റണം. കാരണം ഇതിൽ വെള്ളം ചേർത്തൊന്നും വേവിക്കുന്നില്ല. ഈ കൂണിൽ തന്നെ ഉള്ള വെള്ളത്തിലാണ് ഇത് വെന്ത് വരുന്നത്. അപ്പോൾ കുറച്ച് സമയം ഒന്ന് വഴറ്റണം. ഇതിൻ്റെ കൂടെ തന്നെ ഈ കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർക്കുക. ഇതും നന്നായിട്ട് വഴറ്റാം. ഞാൻ തീ കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ചൊന്ന് കൂട്ടി വയ്ക്കാം. ഈ നോൺ സ്റ്റിക്ക് പാനിൽ വയ്ക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അടിയിൽ പിടിക്കത്തില്ല. ഇരുമ്പ് ചട്ടിയിൽ വെക്കാൻ കേട്ടോ. എൻ്റെ കയ്യിൽ ആ സാധനം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിച്ച് ഇത് ചെയ്യുന്നത്. ഇതിപ്പോൾ നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. ഉപ്പൊന്നും ഞാൻ ചേർത്തിട്ടില്ല. കടുക് എണ്ണ ഒഴിച്ച് കടുക് താളിച്ച് അതിൽ വലിയ ഉള്ളി, സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റിപ്പോൾ ഒരളവിന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് കൂണ് ചേർത്ത് കൊടുക്കാം. ഈ കൂണ് ഇത്ര ഇരിക്കണമെന്നൊന്നും വിചാരിക്കേണ്ട. ഇതിപ്പോൾ ആവിയിൽ വെന്ത് വരുമ്പോഴത്തേനും ഇത് ചുരുങ്ങും. ഇത് മുട്ടക്കൂണാണ്. മുട്ട പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് മുട്ടക്കൂണെന്ന് പറയുന്നത്. ഇതും ചേർത്ത് നന്നായിട്ട് വഴറ്റാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല വേവിക്കാനായിട്ട്. ഇതൊന്ന് കൂണിൽ തന്നെ വെള്ളം വന്നോളും. അതുകൊണ്ട് തനിച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് കുക്ക് ചെയ്യുമ്പോൾ മാക്സിമം സ്റ്റീലിലോ സ്പൂൺ ഉപയോഗിക്കാതെ ഇതുപോലെ തടി കൊണ്ടുള്ള സ്പൂൺ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇതിന് വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. കൂണിലിരുന്ന് വെള്ളം ഒഴിക്കാണ്ട് തന്നെ വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട്. തീ ഒന്ന് കുറയ്ക്കാൻ പോവാം. കാരണം ഈ വെള്ളം പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും. അതുകൊണ്ട് തീ ഒന്ന് കുറച്ച് ഇതൊന്ന് പൊത്തി ഇതുപോലെ ഒന്ന്
പൊത്തി വെച്ച് വേവിക്കാം. ഇനിയും ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് തനിച്ച് വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ വെള്ളത്തിൽ തന്നെ അത് വെന്ത് തുടങ്ങിക്കോളും. ഇങ്ങനെ തട്ടിപ്പൊത്തിയിട്ടുണ്ട്. ഇതിനെ മൂടി വെച്ച് വേവിക്കാം. ഇതിലിരുന്ന് തന്നെ വേകട്ടെ. ആ സമയം കൊണ്ട് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ അരപ്പിന് വേണ്ടിയിട്ട്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉടഞ്ഞാൽ മാത്രം മതി. ഒരുപാട് നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കേണ്ട. ഒന്ന് തിരിക്കുക, ഓഫ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഞാൻ അടപ്പ് തുറന്ന് ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുകയാണ്. ഇതിൽ വെള്ളം നിറയെ വന്ന് തുടങ്ങി. ഇപ്പോൾ പകുതി വേവായിട്ടുണ്ടാവും. ഇതിങ്ങനെ ഒന്ന് പരത്തി വെച്ചിട്ട് ഞാൻ ഈ അരപ്പോടെ ചേർത്ത് ഇനി കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാൻ പോവാം. ഈ അരപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിനെങ്കിൽ ഇങ്ങനെ വെച്ച് മൂടി വെച്ച് വേവിക്കാം, അത്രേ ഉള്ളൂ. വെള്ളമെല്ലാം വെറ്റി കൂണെല്ലാം വെന്തിട്ടുണ്ട്, അരപ്പും ഒക്കെ വെന്തിട്ടുണ്ട്. ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ എപ്പോഴും ഏത് തോരൻ വെച്ചാലും അവസാനത്തെ സ്റ്റേജിലാട്ടോ ഉപ്പ് ചേർക്കുക. തേങ്ങയും ഒക്കെ വെന്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് ഉപ്പെല്ലായിടത്തൊന്നും ആവണ്ടേ, അതുകൊണ്ട് വീണ്ടും ഒന്ന് ഇളക്കുക. തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒന്നും ചേർക്കാണ്ട് കൂണിലെ വെള്ളം തന്നെ വന്ന് വറ്റി കൂണും അതിൽ ചേർത്തിട്ടുള്ള സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങ എല്ലാം കൂടെ ചേർന്ന് കൂൺ തോരൻ റെഡിയായിട്ടുണ്ട്. ഇത് വേറെ ഏതെങ്കിലും രീതിക്ക് വയ്ക്കുമെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെയാണ് എൻ്റെ വീട്ടിൽ തോരൻ വയ്ക്കുന്നത്. ഇതെൻ്റെ റെസിപ്പിയും അല്ല, എൻ്റെ ചേച്ചി വയ്ക്കുന്നതുകൊണ്ട് ചേച്ചിയോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയതാണ്. അതിൻ്റെ ക്രെഡിറ്റ് എൻ്റെ ചേച്ചിക്കാട്ടോ. കൂൺ തോരൻ റെഡിയായിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാണ്ട്. കൂൺ തോരൻ റെഡി. അടുപ്പ് ഓഫ് ചെയ്യാം. കൂൺ തോരൻ റെഡി ആയിട്ടുണ്ട്.